അടുത്ത മാസം അമ്മച്ചി ഇറ്റലിയിൽ നിന്ന് വരുവാ. ഞാൻ അങ്ങ് പോകും. പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അമ്മച്ചി അന്ന് ആലോചിച്ചോണം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും നാളും ആക്ഷൻ പടമായിരുന്നു, ഇനി അവാർഡ് പടമാണ്. മനസ്സിലായില്ല? അല്ല, നീ ഇത്രയും നാളും ഇങ്ങനെ പേടിപ്പിച്ചില്ലേ എനിക്ക് ആഹാരം തരുന്ന ഗുളിക തരുന്നൊക്കെ. എന്റെ ഭാര്യ വന്നാൽ എന്റെ പൊന്നു ദൈവമേ, ചുമക്കുള്ള ഗുളിക എടുത്തോണ്ട് വാടിയെന്ന് പറഞ്ഞാൽ അവൾ ആ ഗുളിക എടുത്തിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഗുളികയുടെ എക്സ്പയറി ഡേറ്റ് കഴിയും. അതാണ് പറഞ്ഞത് ഇനി അവാർഡ് പടമായിരിക്കും. ആ മഞ്ഞ കവറിനകത്ത് ഗുളിക ഇനി തന്നെ. അതെന്തോ ഇപ്പൊ അവരുടെ എടുക്ക് ഇപ്പൊ കഴിക്കണം. എനിക്ക് അത് ആവശ്യമില്ലാത്ത സമയത്തൊന്നും തോന്നുമ്പോഴല്ല അതെടുത്ത് കഴിക്കേണ്ടത്. ഇപ്പൊ എനിക്ക് ഒരെണ്ണം വേണമെന്നത്. വേദന ഉണ്ടെങ്കിൽ മാത്രം കഴിക്കാനുള്ള ഗുളികയാണത്. അതാ പറഞ്ഞു, നീ കാലെ ചവിട്ടി പിടിച്ചേക്കോ, കാല് വേദന എടുക്കുന്നു. സാർ അവിടെ ഇരിക്കും, ഞാനേ ചീട്ട് എടുത്തിട്ട് വരാം. പെട്ടെന്ന് വരണം. പെട്ടെന്ന് വരാൻ അതോ എടുത്ത് വെച്ചേക്കോ, അല്ല ഇച്ചിരി താമസിക്കും. ചിലപ്പോ താമസിക്കാനായിട്ട് നീ ചീട്ട് എടുക്കാൻ പോലും അല്ല, ചീട്ട് കളിക്കാനൊന്നും പോലും. പിന്നെ അടങ്ങിയിരുന്നോണം കേട്ടല്ലേ. പെട്ടെന്ന് എന്തോ ചെയ്യാനാന്ന് പറ. പിള്ളേരോട് നിർബന്ധം. ഇതൊക്കെ എനിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ, പക്ഷേ സമ്മതിക്കുകയല്ലേ പിള്ളേർ. സ്നേഹമാണേ. സീനിയർ സിസ്റ്റർ റോസമ്മേ, കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുന്നു. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അതോ ഇന്ന് ഭയങ്കര കിട്ടില്ല. നാളെ ഒരു പൂ തരണേ. ഇരിക്കട്ടെ. മനുഷ്യനായിരുന്നു, ഞാൻ വിചാരിച്ചു തേനീച്ചയായിരിക്കും. ഞാനാ ഫസ്റ്റ് ടോക്കൺ എടുത്ത പുറകിലിരി. ഞാൻ ആദ്യം കയറുന്ന ചാവാൻ എനിക്ക് ആദ്യം പേടിയാ. എന്താ മനസ്സിലായില്ല? എന്നെ കുര്യാക്കോസ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ടറിയാവുന്ന ആരോ ആയിരിക്കണമല്ലോ. നീ ഇന്ന് സൂക്ഷിച്ചെന്ന് ഓർത്ത് നോക്കിക്കേ. എനിക്ക് മുഖത്തെ സൂക്ഷിച്ച് നോക്കണ. മുഖം ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഫിക്സ് ചെയ്ത് വെക്കാമോ, മാറ്റാതെ? നിന്റെ പഴയ മുഖമല്ലല്ലോടാ ഇത്. ഇന്നലെ ആമസോണിൽ നിന്ന് വരുന്നതാ. പഴയ ഞാൻ കളഞ്ഞു. മുഖം കെട്ടി വെച്ചേക്കുവാ. നീ എന്തോ കാല് രണ്ടും കയ്യാലൂരി പിടിച്ചേക്കുന്നേ? അല്ലടാ, പോക്കറ്റ് കൈയിട്ട് ഞാൻ ചൊറിയുന്ന ഒരു രസമാണ് എനിക്ക്. അങ്ങനെയാണോ? നീ എന്താടാ ഇവിടെ? എന്നെ വന്നിട്ട് വേണം നെഞ്ചത്താ തൊലിവാൻ. നീന്തടാ ഇവിടെ എന്ന് പറഞ്ഞു. നീന്തടാ ഇവിടെ എന്നല്ല പറഞ്ഞത്. നീ എന്താടാ ഇവിടെ എന്നാണ് ചോദിച്ചത്. എടാ ഇതൊക്കെ എന്റേതാ. എന്നാ ഇത് എന്റേതാ. അതല്ലെന്ന് ഈ ഹോസ്പിറ്റല് നിന്റെ ആണോ? എന്റെ മോന്റെ ഹോസ്പിറ്റല് ആണോ? പിന്നെ അപ്പൊ യോഹന്നാൻ ഡോക്ടർ എന്റെ മൂത്ത മോൻ ആണോ? എന്റെ പൊന്നിടാമേ, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ഇവരിങ്ങനെ ഒരു മോനുണ്ടാവാൻ വഴിയില്ല. ഈ വിവരം വിദ്യാഭ്യാസമുള്ള ഈ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിൽ മണി പിടിച്ചിരുന്നവന് ഡോക്ടറോ മോനുണ്ടാവോ എന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെ വിചാരിക്കും? നമ്മള് എങ്ങനെ കിട്ടിയടാ നിന്റെ മോനെ ഡിഗ്രി ഒക്കെ? എന്റെ മോനെ ഡിഗ്രി കിട്ടിയത് മീറ്റ് കപ്പലണ്ടി വാച്ചായിരുന്നു. ആ കുമ്പിളിനകത്തിരിക്കുവായിരുന്നു ഡോക്ടറായിട്ട്. ഞാൻ കഷ്ടപ്പെട്ടിട്ട് പിള്ളേരെ പഠിപ്പിച്ച ഡോക്ടറാക്കി. അവനാണ് ഈ ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുന്നത് ഇവിടെ. ആണോ? നീയാണോ നിന്നെയാണോ ഇതിന്റെ നോട്ടങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കുന്നത്? അല്ലല്ല, ഞാൻ ഇടക്കിടയ്ക്ക് വരും. ഇവിടെ വന്നിട്ട് ഞാൻ നേരെ ഈ ചെറുക്കൻ ഇഷ്ടമല്ല ഞാനിവിടെ വരുന്നത്. പിന്നെ എങ്ങനെ വരുന്നീ? അവർ ഞാൻ ഈ CCTV കഥവും കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഭിത്തിയെ പറ്റി പിടിച്ചാ പോകുന്നത്. കയറുന്നു ഞാൻ നേരെ ഇവിടെ ഫാർമസി ചെന്ന് കയറും. എവിടെ? ഫാർമസി ഗുളിയൊക്കെ തരുന്നത്. ഓ ഫാർമസി. അവിടെ ചെന്ന് കയറി പെമ്പിള്ളാരോടൊക്കെ 10 വർത്താനൊക്കെ പറഞ്ഞ് നേരെ ഞാൻ ലാബിൽ പോകും. ലാബിൽ പോയി 2 ഗുളി ഞാൻ ലെൻസിനകത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പിള്ളേരെട്ടക്കിന് കാര്യങ്ങളെ പറഞ്ഞു കഴിയുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു മാറ്റം എനിക്കുണ്ടാവും. പണ്ടത്തെ കുരുത്തക്കടൊന്നും ഇതുവരെ വിട്ടിട്ടില്ല. പിന്നെ നിനക്ക് വേറെ മക്കളില്ലേടാ? രണ്ടാമത്തെ ഉലഹന്നാൻ. അവനെവിടെ? അവന് സർജനാ. അല്ല, മരുന്ന് വാങ്ങിച്ചുകൂടാ? എന്താ അവന് ഛർദില്ലാന്ന് പറഞ്ഞു? സർജൻ. രണ്ടുപേരേ ഉള്ളൂ. അവൻ ഇവിടെ ഇല്ല. അവനങ്ങ് നാഹാനുണ്ടില്ല. അവിടെ എന്താ പരിപാടി? മിലിറ്ററി ഹോസ്പിറ്റലിലെ ഡോക്ടർ അല്ലയോ? മിലിറ്ററി ഡോക്ടറാണോ? ഓ എന്റെ വിശേഷങ്ങളൊക്കെ എന്തിനായി? നിനക്ക് എന്തുവാ അസുഖം വല്ലതും ഉണ്ടോടാ? എനിക്കോ? എനിക്ക് ഇത്ര നാളായിട്ട് ഓരോ അസുഖമില്ല. 40 കൊല്ലമായി അസുഖം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട്. നീ ബാറ്ററിയിലാന്ന് ഓടുന്നേ? അല്ല, അസുഖമില്ലെന്ന് പറഞ്ഞോണ്ട് മക്കളൊക്കെ ഡോക്ടർമാരില്ലയോ? എന്റെ ഈ മൂത്ത ഇറക്കം തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവൻ എന്റെ ഹൃദയം വലിച്ചു കയറി പുറത്തെടുത്ത് വെച്ച് കാണിക്കുക. അപ്പച്ചാ ഇതാ ഹൃദയം എന്ന് പറഞ്ഞു. കഴിഞ്ഞിടയ്ക്ക് വൃക്ക എടുത്ത് വെച്ചിട്ട് മറന്നു പോയടാ. ഒയ്യോടാ, ലാപ്പിൽ അടിച്ചു കയറ്റി അത്രയ്ക്ക് ശീർഷാണ് അവൻ ഇതിൽ പഠിക്കുന്നത്. ആണോ? ഇതേ നോക്ക, നിന്റെ കൂട്ടാന്നോ? നമ്മൾ രണ്ടും ഒരേ സമപ്രായക്കാരാ. ഇതിലുണ്ടോ നോക്കാം? ഇല്ല. ഇതിലോട്ടോ നോക്കണം? ഇല്ല. ഒരസുഖമില്ലല്ലോ? ഇല്ല. ഞാൻ അതുപോലെ